രണ്ട് രാജ്യങ്ങളെ മാസങ്ങളായി വീർപ്പുമുട്ടിച്ചിരുന്ന ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കാനഡ. ഇത്രനാളും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ കാനഡ ഇപ്പോൾ മലക്കം മറിയാൻ കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കിയാലോ. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ വധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് നിഷേധിക്കുകയാണ് കനേഡിയൻ സർക്കാർ രംഗത്തെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന നയതന്ത്ര യുദ്ധം അവസാനിക്കുകയാണോ? നിജ്ജാറിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒക്കെ തന്നെ ഉൾപ്പെട്ടു എന്ന കനേഡിയൻ മാധ്യമ റിപ്പോർട്ടാണ് കാനഡ ഇപ്പോൾ തള്ളിക്കളഞ്ഞത്. റിപ്പോർട്ട് വെറും ഊഹാപോഹമാണെന്നും തെറ്റാണെന്നും കനേഡിയൻ ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ നതാലി ജി ഡ്രൂയിൻ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് കാനഡയിൽ നടന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കനേഡിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ പ്രശ്നം രൂക്ഷമാകുകയായിരുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടയിലാണ് കാനഡയുടെ ഭാഗത്തു നിന്ന് സുപ്രധാനമായ നടപടികൾ ഉണ്ടാകുന്നത് എന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ കുറ്റകൃത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും കാനഡ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകൾ എന്ന് ലേബൽ ചെയ്യുകയും അത് പൂർണ്ണമായും തിരസ്കരിക്കേണ്ടതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പാക് ചാര സംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആണ് നിജ്ജാറിന്റെ വധത്തിന് കളമൊരുക്കിയതെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. നിജ്ജാറിനെ വധിക്കാൻ ISI ക്രിമിനലുകളെ വാടകയ്ക്ക് എടുത്തിരുന്നുവെന്നും നിജ്ജാർ വധത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരനായി ISIയെ തേടുന്നതായും കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ 18-നായിരുന്നു ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കനേഡിയൻ സർക്കാർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത നയതന്ത്ര പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ വാർത്തയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കനേഡയിലെ ഇന്ത്യൻ വംശജരെ തന്നെയാണ്. അടുത്ത കാലത്തായി മൈഗ്രേഷൻ നിയമങ്ങൾ തിരുത്തി എഴുതാൻ കാനഡയെ പ്രേരിപ്പിച്ചത് പോലും ഇന്ത്യൻ വംശജരെ തടയാൻ വേണ്ടിയാണെന്ന ഒരു കിംവദന്തിയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എസ് ജയശങ്കറിനും ക്ലീൻ ചിറ്റ് നൽകിയതോടെ ഇരു രാജ്യങ്ങളിലെ പൗരന്മാർക്കും അത് ആശ്വാസമാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞു. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രികർക്ക് അധിക പരിശോധന നടത്തുന്ന നടപടി പിൻവലിച്ചിരിക്കുകയാണ് നിലവിൽ കാനഡ. ജാഗ്രതയുടെ ഭാഗമായി അധിക പരിശോധന നിലവിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി. അധിക പരിശോധന പിൻവലിച്ചതായി കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദാണ് അറിയിച്ചത്. താൽക്കാലിക അധിക സുരക്ഷാ പരിശോധന നടപടികൾ മൂലം യാത്രക്കാർക്ക് കാലതാമസം നേരിട്ടേക്കാമെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അനിത ആനന്ദ് പ്രസ്താവിച്ചത്. ഇക്കാര്യം വ്യക്തമാക്കി എയർ കാനഡ യാത്രക്കാർക്ക് നേരത്തെ വിമാനത്താവളത്തിൽ എത്തുന്നതിനായി മുന്നറിയിപ്പ് സന്ദേശവും അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം തുടക്കത്തിലാണ് ഇന്ത്യക്കെതിരെ സുപ്രധാന നീക്കവുമായി കാനഡ രംഗത്തെത്തിയത്. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നതിന്റെ സൂചനയായിരുന്നു ആ വാർത്ത. ജസ്റ്റിൻ ട്രൂഡോ നേതൃത്വത്തിലുള്ള കനേഡിയൻ സർക്കാർ ഇന്ത്യയെ ശത്രുരാജ്യമായി കണക്കാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരമായിരുന്നു അന്ന് പുറത്തു വന്നത്. സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയെ ശത്രുരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി സൈബർ എതിരാളി എന്ന ലേബലിൽ മുദ്ര കുത്തപ്പെട്ടതായാണ് പുറത്തുവരുന്ന ആ വാർത്ത. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള മറ്റൊരു കനേഡിയൻ തന്ത്രമാണെന്നായിരുന്നു ഇന്ത്യയുടെ ഈ ഘട്ടത്തിലെ പ്രതികരണം. ട്രൂഡോയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കെതിരെ ആഗോള അഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥർ തുറന്ന് സമ്മതിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. മറ്റ് സംഭവങ്ങൾ പോലെ സൈബർ സുരക്ഷാ റിപ്പോർട്ടിലെ ഈ ആരോപണങ്ങളും ഒരു തെളിവും ഇല്ലാതെയാണ് ഉന്നയിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള മറ്റൊരു കനേഡിയൻ തന്ത്രമായാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യക്കെതിരായി ആഗോള അഭിപ്രായം ഉണ്ടാക്കാൻ കാനഡ ശ്രമിക്കുന്നുവെന്ന് അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിച്ചു. മറ്റ് സന്ദർഭങ്ങളിലേതുപോലെ ഈ തെളിവുമില്ലാതെ ആരോപണങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുന്നു. വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതേസമയം തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നാഷണൽ സൈബർ ത്രെറ്റ് 2005-2006 എന്നതിന് കീഴിൽ കാനഡ സർക്കാർ ഇന്ത്യയെ സൈബർ എതിരാളി എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കനേഡിയൻ സർക്കാരിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയെയും സൈബർ എതിരാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കു പിന്നാലെ 5ാമതായാണ് കാനഡയ്ക്ക് സൈബർ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായാണ് സൈബർ എതിരാളികളായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് കാനഡ ഉൾപ്പെടുത്തിയത്.
ഇന്ത്യൻ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ചാരവൃത്തി ലക്ഷ്യം വെച്ച് കാനഡ സർക്കാരിനെതിരെ സൈബർ ഭീഷണി ഉയർത്തിയേക്കാം എന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. ആഗോളതലത്തിൽ പുതിയ അധികാര കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കാനഡയ്ക്ക് ഭീഷണിയാവുന്ന സൈബർ പ്രോഗ്രാമുകൾ നിർമ്മിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ നിരപരാധിത്വം കാനഡ സമ്മതിച്ച സാഹചര്യത്തിൽ കാനഡയുടെ സൈബർ എതിരാളി എന്ന ലേബലിൽ ഇന്ത്യയെ ഇനിയും ചേർക്കുമോ എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം ആധാരമായത് ഖലിസ്ഥാൻവാദിയായ നിജാറിന്റെ കൊലപാതകമാണ്. സറേയിലെ ഗുരു നാനാക്ക് സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ഹർദീപ് സിംഗ് നിജാർ 2023 ജൂൺ 18 കൊല്ലപ്പെട്ടത്. അജ്ഞാതരായ 2 പേരാണ് നിജാറിനെതിരെ വെടിയുതിർത്തത്. കനേഡിയൻ അധികൃതർ കൊലപാതകത്തിന് 4 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണത്തെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും നൽകാൻ കാനഡയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കൊലപാതകത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയ്ക്കും മറ്റ് നയതന്ത്രജ്ഞർക്കും പങ്കുണ്ടെന്ന് കാനഡ ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇന്ത്യ കാനഡ ബന്ധം വഷളാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഖലിസ്ഥാൻ അനുകൂല ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും അംബാസഡർമാരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാരാണെന്ന് തന്റെ രാജ്യത്തെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെന്നാണ് പ്രധാനമന്ത്രി ട്രൂഡോ കുറ്റപ്പെടുത്തിയിരുന്നത്. കാനഡയുടെ നടപടികളെ ഇന്ത്യ അപലപിക്കുകയും ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ രാഷ്ട്രീയ അജണ്ട പിന്തുടരുകയാണെന്ന് കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത്. കാനഡയുടെ ആരോപണത്തെ തുടർന്ന് കനേഡിയൻ ചാർജ് ഡി അഫയേഴ്സ് സ്റ്റുവർട്ട് വീലറെയും മറ്റ് 5 നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ന്യൂഡൽഹി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കാനഡയ്ക്ക് കൈമാറിയ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ പേരും ഉൾപ്പെടുത്തിയത്. പഞ്ചാബ് പോലീസ് അന്വേഷിക്കുന്ന വിവിധ കേസുകളിലും നിജാർ പ്രതിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ജലന്ധറിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ് ഈ നിജാറിന്റെ കുടുംബം. രാജ്യദ്രോഹ കേസുകളുടെ അടിസ്ഥാനത്തിൽ നിജാറിന്റെ പേരിലുള്ള ജലന്ധറിലെ ഭൂമിയും സ്വത്തുവകകളും പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ എത്ര തവണ ഇയാളെ ആവശ്യപ്പെട്ടിട്ടും അതിന് കൂട്ടാക്കാത്ത നിലപാടാണ് കാനഡ എടുത്തിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നിജാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയാണ് അതിന്റെ പിന്നിലെന്നായിരുന്നു കാനഡയുടെ പ്രധാന ആരോപണവും. എന്തായാലും നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഈ വിഷയത്തിലെ ഒരു സുപ്രധാന കാര്യം തന്നെയാണ്. അപ്പോഴും കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് അത്ര നല്ല അന്തരീക്ഷമല്ല കാനഡ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കോവിഡിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2-3 വർഷങ്ങൾക്കിപ്പുറം കാര്യങ്ങൾ നേരെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വിവിധ തരത്തിലുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിത ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതാണ് കാനഡയിൽ വസിക്കുന്നവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഉയർന്ന ശമ്പളം ലഭിക്കുന്നവർക്ക് പോലും മാന്യമായ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതാണ് നിരവധി ഉദാഹരണങ്ങൾ കാനഡയിൽ നിന്നും പുറത്തു വരുന്നത്. അത്തരത്തിലൊരു വ്യക്തിയുടെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. കാനഡയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വംശജയായ സ്ത്രീക്ക് 1 വർഷം ലഭിക്കുന്ന ശമ്പളം അത് 60 ലക്ഷത്തോളം രൂപയാണ്. അതായത് മാസം 5 ലക്ഷത്തോളം രൂപ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. നാട്ടിലെ സാഹചര്യത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിലും കാനഡയിൽ സുഖപ്രദമായ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇത്രയും ശമ്പളം ഇന്ത്യയിലായിരുന്നു ലഭിക്കുന്നതെങ്കിൽ ആഡംബരപൂർണമായ ജീവിതത്തിനൊപ്പം തന്നെ വലിയ തുക നിക്ഷേപമായി മാറ്റാനും അവർക്ക് കഴിയുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കാനഡയിലെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. ഉയർന്ന വീട്ടുവാടക, ഉയർന്ന തോതിലുള്ള ദൈനംദിന ചിലവുകൾ, മെഡിക്കൽ ഇൻഷുറൻസ്, നികുതി തുടങ്ങിയ വിവിധ ഘടകങ്ങളാണ് കാനഡയിലെ ജീവിത ചെലവ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത കാലത്തായി വർദ്ധിച്ച പണപ്പെരുപ്പവും കാനഡയിലെ സാഹചര്യങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. കാനഡയിലെ TD ബാങ്കിൽ ടെക്നീഷ്യയായി ജോലി ചെയ്യുന്ന സ്ത്രീ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അവർക്ക് 1 വർഷം ലഭിക്കുന്ന വരുമാനം 60 ലക്ഷത്തോളം രൂപയാണ്. അതായത് ശമ്പളം മാത്രമാണ് ഈ പറഞ്ഞത്. പീയൂഷ് മോങ്ക എന്ന വ്യക്തിയുടെ സാലറി സ്കെയിൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് യുവതി തന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ തുറന്നു പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി കാനഡയിൽ ജീവിച്ചു വരികയാണ് വീഡിയോയിൽ കാണുന്ന ഈ സ്ത്രീ. ഈ കാലയളവിനുള്ളിൽ കാനഡയിലെ ജീവിത ചെലവ് ഏതൊക്കെ തരത്തിലാണ് വർദ്ധിച്ചതെന്ന് യുവതി വീഡിയോയിൽ കൃത്യമായി വിവരിക്കുന്നുമുണ്ട്. എന്തായാലും കനേഡിയൻ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഇതൊരു നേർസാക്ഷ്യം തന്നെയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാനഡയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചവർക്ക് ഇതൊരു അവസരമാണ്. കാനഡയിലേക്ക് പോകാൻ അവസരങ്ങൾ വരും. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യം കാനഡയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കാൻ. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ.